എന്താ എന്താ നോക്കണത്? വല്ലതും കളഞ്ഞു പോയോ? അല്ല, കുറച്ച് പൈസ വീണ് കിട്ടിയിരുന്നു. അത് നിങ്ങളുടേതാണോ എന്ന് ആരോടോ പോയി പറയണേ? അല്ല, ദാസേട്ടൻ എന്താ ഈ നേരത്ത്? ഈ നമ്മുടെ സുഗുനെ കണ്ടോ? സുഖുപ്പവിടെ ഉണ്ടായിരുന്നല്ലോ. ആ, ഇതാ വരണ്. എന്താ ദാസേട്ടാ? രാഘവട്ടോ? ഇരിക്കി. എടോ, ഞാനിങ്ങ് വരുന്ന വഴിക്ക് കുറച്ച് പൈസ കളഞ്ഞു കിട്ടി. അത് ഉടമസ്ഥർ തന്നെ തിരിച്ചു കൊടുക്കണമെന്നാണ് ആഗ്രഹം. അതിനിപ്പോ എന്താ ചെയ്യാ? അല്ല, അതിപ്പോ നമുക്ക് പോലീസിൽ ഏൽപ്പിച്ചാലോ? അതൊന്നും ശരിയാവില്ല എന്ന്. അതിന് നമുക്ക് ഇവിടെ ബോർഡൊക്കെ ഇവിടെ. ആ അത് ശരിയാ. ആ അത് മതി. കാറ്റു പറഞ്ഞതും കടലു പറഞ്ഞതും അരത് പുള്ളാണേ. എന്താ ചെങ്ങായി ഇത്? ഇവിടെ കാലോ എന്നെ കൊണ്ടുപോകാമ്പോ ഞാൻ വിളിക്കും, അപ്പൊ വന്നാ മതിട്ടോ. ഇല്ല പിന്നെ എന്തപ്പോ ഇവിടെ ഒന്നും ഇല്ലാത്തൊരു സാധനം വന്നു കൂടിയുണ്ടല്ലോ. എന്താ കുറച്ച് പൈസ കളഞ്ഞിട്ടുണ്ട്, തെളിവ് സഹിതം ഇവിടെ ബന്ധപ്പെടുക. ഇതെന്താ കോടതിയോ തെളിവ് കൊടുക്കാന്? അപ്പൊ കാശില്ലാത്ത എന്ത് ചെയ്യും? ഒരു ഐഡിയ, അപ്പൊ കാശ് കുറച്ച് കൊണ്ടുപോയി കളഞ്ഞാലോ? അല്ല, നീ എന്താ വിളിക്കാറുണ്ടെന്തേ? ഞാൻ ഇവിടെ എത്ര നേരം കാത്തുനിന്ന്. ഇല്ലടി, ഞാൻ അവിടെ കാത്തുനിൽക്കുന്നത് കുറേ നേരം കാത്തുനിന്ന് വെറുതെ നീ ആളെ തിരിപ്പിക്കായിരുന്നു. ഞാൻ കുറേ നേരം കാത്തുനിന്ന്, നീ വിളിക്കാണ്ടല്ലേ? എടാ കുഞ്ഞോ, കട്ടിയില്ല ഒരു മിനിറ്റ്. ഇവിടെ വാ, ഒരു കാര്യം പറയട്ടെ. എന്തേ? അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, രാഘവേട്ടന്റെ കടയിൽ. ആ ബോർഡിൽ എഴുതിയിട്ടുണ്ട് ആർക്കും കുറച്ച് പൈസ കിട്ടിയിട്ടുണ്ടെന്ന്. അന്വേഷിച്ചെന്നാ കൊടുക്കുന്ന അവിടെ എഴുതിയിട്ടുണ്ട്. നമുക്കൊന്ന് പോയി നോക്കിയാലോ? വല്ലതും നടക്കുവോ? നടക്കുന്ന്. കിട്ടിയാലൊരാന, പോയാലൊരു വാക്ക്. പോയോക്ക. ആയിക്കോട്ടെ. അത് ഞാൻ ഊണഴിച്ച് വന്നാ മതിയോ? എന്നാ ഈ പോയിട്ട് വാ, ഞാൻ അവിടെ ഉണ്ടാവും. ആയിക്കോട്ടെ. എന്നാ ഞാൻ പോട്ടെ. ശരി. എൻ്റെ ഒരു 100 രൂപ പോയിണ്ട്. എന്താ മോനെ, എത്ര പൈസ പോയത്? 100 രൂപ റേഷൻ പീടിയേക്ക് പോകുമ്പോഴാ പോയത്. അതൊന്നല്ല ഇവിടെ കിട്ടിയേ. നീ മിണ്ടാതിരിക്കെ, മോൻ പറ. ഇന്നലെ പോയത്. എവിടെ പോയതെന്ന് അറിയില്ല. അവിടെ അങ്ങോട്ട് പോകുമ്പോഴാണ് പോയത്. അതന്നെ ആവുന്ന എനിക്ക് കിട്ടിണ്ടാവുക. എന്താ മോനെ? എന്താ വീഴാതെ പോടാ, വീഴാതെ പോ. ദാസേട്ടോ, നമസ്കാരമുണ്ട്. അല്ല സുഖു, എന്താപ്പത് കഥ? അല്ല ദാസേട്ടാ, സത്യത്തിൽ നിങ്ങൾക്ക് കാശ് വല്ലതും കളഞ്ഞു കിട്ടിയിട്ടുണ്ടോ? ഇപ്പൊ മൂന്നാമത്തെ ആൾക്ക് ഞങ്ങൾ 100-200 ആയിട്ട് കൊടുക്കണ്. അതല്ലടോ, ആ കുട്ടി എന്തൊരു പ്രതീക്ഷയോട് കൂടിയാ വന്നത്. ഇത് കുട്ടി, ഇതിന്റെ മുമ്പ് കൊണ്ടേത് കുട്ടികളൊന്നല്ലല്ലോ. അല്ല, മൂപ്പയുടെ സ്വഭാവത്തിന് വലിയ അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇന്നലെ മഴയുടെ ഭാര്യയെ കെട്ടിയൊന്നെങ്കിൽ വന്ന് വീണ് കയ്യും കാലും മുറിഞ്ഞ് ബോധമില്ലാതെ ആശുപത്രിയിലാണ്. കണ്ടമാനം ബില്ലിൻ്റെ അടക്കാൻ ഒരു മാർഗമില്ല ദാസേട്ടാന്ന് കരഞ്ഞു പറഞ്ഞപ്പോ മൊയിലിയാരുടെ പറമ്പിന് അഡ്വാൻസ് കൊടുക്കാൻ വെച്ച 10,000 ഉറുപ്പിക ഒറ്റ വീശ്. തന്നെ കച്ചവടത്തിന്റെ ലാഭം പോയി, മൊയിലിയരുടെ പ്രാക്ക് വേറെയും. പ്രാക്ക് കുഴപ്പമില്ല, അതൊന്നും മൂപ്പർ കഴിച്ചില്ല. അതിലൊന്നും വിശ്വാസമുള്ള കൂട്ടത്തിലല്ലോ. ഞാനൊരു ചെറുതടിക്കാൻ പൈസ ചോദിച്ചാൽ ഇയാള് തരില്ല. അപ്പൊ ഇയാള് വലിയ കമ്മ്യൂണിസ്റ്റാ. മനുഷ്യന്മാർ പരസ്പരം സഹായിച്ചില്ലെങ്കിൽ പിന്നെ ആ പേര് ദൈവത്തിനിട്ടൂടെ?
മനുഷ്യനെന്ന്. എൻ്റെ കുറച്ച് പൈസ കളഞ്ഞു പോയിണ്ടായിരുന്നേ. നിങ്ങൾക്ക് ഇപ്പം എത്ര കിട്ടിയുള്ളത്? ആദ്യം നിന്റെ എത്ര പൈസ പോയെന്ന് പറ. എൻ്റെ ഒരു 1000 റുപ്യ പോയിണ്ടാവും. അതൊന്നല്ലത്. ഒരു 500 വേറെ പോയിണ്ട്. ആ 250 നോട്ടല്ലേ? ആ ആ അതന്നെ. എടാ അത് കിട്ടിയാൾ കൊണ്ടുപോയി. അല്ലേട്ടന്മാരെ, ഞാൻ ഇന്നാള് പാലക്കാട് നിന്ന് വരുമ്പോൾ എൻ്റെ പോക്കറ്റിലുണ്ടായിരുന്ന കുറേ പൈസ അങ്ങോട്ട് അങ്ങോട്ട് പോയി. അതിലേതെങ്കിലും ആണോ ഇനി കിട്ടിയിട്ടുണ്ടാവുക? ഇറങ്ങി പോണവിടുന്ന് ശവം. അവിടെ കിടക്ക്, ഞാൻ പറയാം. ബോർഡൂടുണ്ട്, ആളോടുണ്ട്. Come on. ഇരിക്കി. എവിടെന്നാ? പുല്ലു പറയുന്ന ഇതുവഴി ബസ്സിൽ വന്ന കുട്ടികളാരോ പറഞ്ഞതാ. കുറച്ച് പൈസ കിട്ടിയിട്ടുണ്ടെന്നു ബോർഡ് കണ്ടു എന്നൊക്കെ. എൻ്റെ പൈസ പോയിട്ട് ഒരാഴ്ചയായി. ഇവിടെ നല്ല പോയത്. ഇനി അതാണെങ്കിലോ കിട്ടിയതെന്ന് വിചാരിച്ച് പോന്നതാണ്. എത്ര പൈസ പോയത്? കുറച്ച് അധികം ഉണ്ടായിരുന്നു. അല്ല, ഇന്നത്തെ കാലത്ത് അതത്ര അധികമൊന്നുമല്ല, പക്ഷേ ഇക്കത് അധികം. എൻ്റെ കുട്ടിയുടെ കല്യാണത്തിന് ഉറുപ്പ്യ ഉണ്ടാക്കിയതാ. നിങ്ങൾ കാശ് എത്രയെന്ന് പറഞ്ഞില്ല. 50,000 ഉറുപ്പ്യ. മൂപ്പർക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്ക്. വേണ്ട, കൊടുക്ക്. എനിക്കറിയാം അതൊന്നും ആവില്ല ഇവിടെ കിട്ടിയതെന്ന്. എന്നാലും ഒന്ന് ചോദിക്കാലൊന്ന് വിചാരിച്ചു. ഇവിടെ ഇപ്പോൾ കിട്ടിയത് കുറച്ച് പൈസ, വളരെ കുറച്ച്, ഒരു 500 റുപ്യ. അത് ഉടമസ്ഥർ തന്നെ തിരിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹിച്ച് ബോർഡ് വെച്ചെന്നേ ഉള്ളൂ. അതിന്റെ പേരിൽ 100-200 ആയിട്ട് ഇതിന്റെ 10 ഇരട്ടി ആൾക്ക് ചെലവാ. ആ, അത് പോട്ടെ. ഇനിയിപ്പോ കല്യാണം നടക്കും തോന്നുന്നില്ല. പെണ്ണിന്റെ തന്തയുടെ കയ്യിൽ നയാ പൈസ ഇല്ലാതെ എല്ലാപ്പോ നാട്ടുകാർ തരുമോ? അല്ല, ഇപ്പൊ തന്നെ നാട്ടുകാർ വന്നിട്ടാ കഴിഞ്ഞു കൂടുന്നത്. എല്ലാം എല്ലാം വിധി. എന്റെ കുട്ടിയുടെ കാര്യം ആലോചിക്കുമ്പോഴാ വേണ്ട ഇനി ഈ പരിപാടി.
മാനുട്ടിയുടെ വീട് ഏ? ഈ മാനുട്ടിയുടെ വീട് ഏതാ? മാറ്റിയോ? ആ നമ്മുടെ കറുത്തല മാനുട്ടിയല്ലേ? ആ. അത് ഇങ്ങോട്ട് പോയാൽ മതി. ആ ആ ആ ആ എന്നെ മനസ്സിലായില്ലേ? ആ മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. കയറി വരും കയറി വരും. ഇന്നലെ നിങ്ങൾ വന്നു പോയതിനു ശേഷം ഒരു മനസ്സമാധാനവും കിട്ടിയില്ല. ഓരോന്ന് ആലോചിച്ച് ഉറക്കം തന്നെ പോയി. പിന്നെ ഒന്നും നോക്കില്ല. രാവിലെ ഇങ്ങോട്ട് പോന്നു. എങ്ങനെ വീട് കണ്ടുപിടിച്ചത്? ഇന്നലെ പറഞ്ഞല്ലോ പുല്ലുപാറയിലാണെന്ന്. പിന്നെ ഒന്ന് രണ്ട് പേരോട് ചോദിക്കുകയും ചെയ്തു. വന്ന കാര്യം പറയാം. നിങ്ങളുടെ സങ്കടം കേട്ടപ്പോൾ എനിക്ക് വിഷമായി. കുട്ടിയുടെ കല്യാണത്തിന് വെച്ച പൈസ പോയതെന്ന് പറഞ്ഞപ്പോൾ പ്രത്യേകിച്ചു. എനിക്കേതായാലും പെൺകുട്ടികളൊന്നുമില്ല കെട്ടിക്കാൻ. അതുകൊണ്ട് എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഇരിക്കുന്നുണ്ട്. 50,000 ഉറുപ്പ്യൊന്നും ഇല്ല. ഇതൊരു 25,000 ഉറുപ്പ്യുണ്ട്. ഇതങ്ങോട്ട്. അയ്യോ ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചല്ല. അതല്ല, വീണുപോയ പൈസ എന്നാണ് വിചാരിച്ചാൽ മതി. 50,000 ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ പറയായിരുന്നു. അയ്യോ അത് ഇരുന്നോട്ടെ. ഒരു അതിപ്പോ നല്ല കാര്യത്തിനല്ലേ. വേണ്ട. നിങ്ങളെ പോലുള്ള മനുഷ്യന്മാരൊക്കെ ഇപ്പോഴും ഭൂമിയിലുള്ളത് കൊണ്ടാ ഇതിങ്ങനെ നിലനിൽക്കാന്ന് തോന്നുന്നപ്പോ. മാളോ നീ എങ്ങടാ പോയേ? ഞാൻ ചായ എടുക്കാൻ പറയാം. വേണ്ട, അതൊന്നും വേണ്ട. അവളും കുട്ടികളും അടുത്ത വീട്ടിൽ എവിടെ പോയതാന്നാ വേണ്ട. തോന്നുന്നത്. ഞാൻ ഇറങ്ങാണ്. എനിക്ക് പോയിട്ട് ചില്ലറ കുറച്ച് ഒരു പരിപാടിയുണ്ട്. ഗ്ലാസ് വെള്ളം പോലും. ഇനിയും ആവാലോ. കല്യാണത്തിനായിക്കോട്ടെ. അതാണ് അതിൻ്റെ ഒരു ശരി. ശരി, ഞാൻ വരട്ടെ. എന്താ മനുഷ്യ നിങ്ങൾ ഈ പറയണത്? ഒരാള് വെറുതെ 25,000 ഉറുപ്പ്യ ഇങ്ങോട്ട് കൊടുന്നേരിയ. പിന്നെ എടി അയാളൊരു നല്ല മനുഷ്യനാ. നീ വെറുതെ. നല്ല മനുഷ്യൻ നിങ്ങൾ തളിക്ക് വല്ല ഓളും ഉണ്ടോ? 50,000 ഉറുപ്പ്യ മൂപ്പർക്ക് കിട്ടിയിരിക്കണത്. എന്നിട്ട് നാട്ടുകാരെ കണ്ണി പൊട്ടിട്ടാണ് 25,000 ഉറുപ്പ്യം കൊണ്ട് വന്നിരിക്കുക. നല്ല ഉശിലുള്ള ആണുങ്ങളായിരുന്നെങ്കിലേ മുഴുവൻ കാശും കുത്തിന് പിടിച്ച് മേടിച്ചേനെ. അല്ല പിന്നെ